ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിപ്പോൾ എവിടെ പോണേന്ന് അറിയോ? പോണേന് മുന്നേ നമുക്ക് ആദ്യം സമയം നോക്കണം. 4:09 ഗൈസ്. 4 മണിക്ക് നമ്മൾ എവിടെ പോണേന്നറിയോ? എനിക്കിന്നൊരു കല്യാണമുണ്ട് ഗൈസ്. കല്യാണത്തിന് പോവാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ 4 മണിക്ക് കല്യാണത്തിന് പോകണത് എന്തിനാണ്? അങ്ങ് കോഴിക്കോട് ഗൈസ് ഞാൻ പോണത്. അപ്പം ഞാൻ കോഴിക്കോട് പോണതിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ ഇതിനകത്തിടാം. കോഴിക്കോടാണ് കല്യാണം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച രാവിലെ 4 മണിക്ക് ഇവിടെ ബസ് വരും. അപ്പോൾ ബസ്സിന് കയറാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഞാൻ റെഡിയാക്കി നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ ക്രിസ്മസിന് ഇടാൻ വെച്ചൊരു ടീഷർട്ടാണ്. പിന്നെ ഞാൻ വേറെ ഒന്നും ഇല്ലാത്ത കാരണം ഞാനിത് അങ്ങോട്ട് എടുത്തിട്ടു. അപ്പോൾ അവിടെ ചെന്നിട്ട് വേറെ ഡ്രസ്സ് തരുന്നത് അത് ഞാൻ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളും കാണണം. ഓക്കെ, ബായ് ഗൈസ്. അങ്ങനെ ഞാനും കസിനും കൂടെയാണ് പോണത്. അപ്പം ഞാൻ കസിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവളുടെ പേരാണ് ഉണ്ണിമായ. ഞാൻ മായ എന്ന് പറയും വീഡിയോയിൽ ഫുള്ളും. അപ്പം നിങ്ങൾ ആരാണെന്ന് വന്ന് ചോദിക്കരുത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ വന്ന് കയറി. ഞാനും ഇവളും കൂടെ ബാക്ക് സീറ്റിൽ വന്നിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ സൈഡ് സീറ്റൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ബസ്സിൽ നിന്ന് വൈബടിക്കാനുള്ള പരിപാടിയാണ്. ഇത് അവളുടെ അമ്മയാണ്, പൊന്നിച്ചിറ്റ എന്നാണ് പേര്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കണേണ്. എന്താ പറഞ്ഞതെന്ന് അറിയാൻ പാടില്ല, എന്തൊക്കെയായിരുന്നു പറയുന്നുണ്ട് ഗൈസ്. ഞാൻ ഉറങ്ങിപ്പോയി ഗൈസ് ബസ്സിലിരുന്ന്. അങ്ങനെ ഒരു വെട്ടമൊക്കെ വീണ സമയത്ത് എടുക്കണ വീഡിയോയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ എണീറ്റിരുന്ന് വീഡിയോ എടുക്കുന്നതാണ്. ബസ്സിൽ ബാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങണേണ്. അങ്ങനെ ബസ് എവിടെയോ നിർത്തി. ചായ കുടിക്കാനാണ് എന്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയോ നിർത്തി. അപ്പോൾ അതന്നെ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി ഒരു ഇല്ല മുല്ലപ്പൂ എന്തോ മേടിക്കാൻ വേണ്ടി എവിടെയോ ബസ് നിർത്തിയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ അവിടെ ഇരിക്കണേണ്. ഇത് എവിടെ എത്തിയേ? അന്നേരം കുറുക്കാഞ്ചേരി, അങ്ങനെ തൃശ്ശൂർ എന്തോ ഒരു ഭാഗത്തായിരുന്നു. സ്ഥലമൊന്നും കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ബസ്സിലെല്ലാവരും അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഹലോ ഗൈസ് എന്നൊക്കെ പറയാൻ വേണ്ടി പറയാം. ഒരു കപ്പിൾസിനെ കാണിച്ചിട്ടോ ഗൈസ്. വേണ്ട, ഇവർ തമ്മിൽ ഒരുമിച്ചിരിക്കുള്ളൂ. ഇവർ കപ്പിൾസാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സ് മാറാൻ വേണ്ടി സ്ഥലത്തെത്തി. അപ്പോൾ ഞാനിവളും കൂടെ ഡ്രസ്സ് മാറാൻ വേണ്ടി പോകുക ഗൈസ്. ഒരു റിസോർട്ടാണോ റെസ്റ്റോറൻ്റ് ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇതെന്തോ പഴയ കാലത്ത് എന്തോ ആണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ വൈബും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി. അവിടെ നിന്ന് അപ്പുറത്തുനിന്ന് കുന്നും മലയൊക്കെ കാണാം. അങ്ങനെ കണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഇഡ്ഡലിയും സാമ്പാറോ എന്തോ ദോശ എന്തോ സംതിങ് എന്തൊക്കെയായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയാണ് ഗൈസ്. നല്ല വിശപ്പുണ്ടായിരുന്നു. വിശന്നിരിക്കുന്ന സമയം അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുക. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത് മലപ്പുറത്താണ്. ഇവിടെ വന്നിരുന്നപ്പോൾ ഇല്ലേ, ഞാൻ എറണാകുളത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഹോട്ടലൊന്നും. ഇതേമാതിരി ഇങ്ങനെ പസൽസും കാര്യങ്ങളൊക്കെ കൂടെ മറ്റേ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ പൂരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ തരും. മറ്റേ മുയലിന് വഴി കാണിച്ചു കൊടുക്കുക. അതൊക്കെയാണ് ഇതിപ്പോൾ ഞാൻ വഴി കാണിച്ചുകൊണ്ടിരിക്കണേ ഗൈസ്. ഇങ്ങനെ ഞാൻ പൂരിപ്പിച്ചുകൊണ്ടിരിക്കണേണ്. അടിപൊളിയായിട്ട് വഴിയൊക്കെ ഞാൻ വരച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേയൊക്കെ ആലോചിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ആരും അവിടെ തന്നെ പെൻസിലും വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കളികൾ, രസകരമായ കളികൾ. അങ്ങനെ ദീർഘനേരത്തെ ആലോചന കാരണം ആ വണ്ടിന് പൂവിൻ്റെ അടുത്ത് എത്താൻ ഞാൻ വഴി കണ്ടുപിടിച്ച് കൊടുത്തു ഗൈസ്. അപ്പോഴേക്കും ഞങ്ങൾക്ക് മറ്റേ തേങ്ങാ ചമ്മന്തിയും സാമ്പാറും 3 ഇഡ്ഡലിയും ഒരു വടയും വന്ന്. നമുക്ക് അവിടെ ഫുഡ് വേറെ ഓപ്ഷൻ പറയായിരുന്നു. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്ത് വേണ്ടാന്ന് വിചാരിച്ച് 3 ഇഡ്ഡലിയും വടയും മേടിച്ച് കഴിച്ച്. സത്യം പറയല്ല, ഞാൻ ആ ഇഡ്ഡലി കഴിച്ചില്ല. എനിക്ക് ആ വട മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. എനിക്കറിയില്ല പുറത്ത് പോക്കന്നെ എനിക്ക് ഫുഡ് ഇങ്ങനെ ഇഷ്ടപ്പെടുമോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കഴിച്ച ഹോട്ടലിൻ്റെ പ്രത്യേകതയാണോ എനിക്കറിയില്ല. എനിക്കിഷ്ടമായില്ല ഫുഡ്, മോശമായി. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി എല്ലാം റൂമൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് പറയട്ടെ, അവിടെ ഫാമിലി ഫുള്ളും ഡ്രസ്സ് മാറാൻ വേണ്ടി ഞങ്ങൾക്ക് റൂമായിരുന്നു. അല്ല പെട്ടെന്ന് വാ എന്നും പറഞ്ഞ് ധൃതി പിടിപ്പിക്കണമായിരുന്നു. അതിനൊക്കെ റെഡി ആവാൻ പോലും സമയം കിട്ടില്ല. കാരണം അവിടെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കണം. കാരണം മറ്റേ പാലത്തിൻ്റെ പണി നടക്കണ കാരണം വണ്ടിയെല്ലാം പതുക്കെ പോകണം. കാരണം റോഡിലൊക്കെ മറ്റേ സിമെൻറ്റും പൊടിയും കല്ലൊക്കെ ആയതുകൊണ്ട് വണ്ടിയൊക്കെ പതുക്കെ പോണേ. അപ്പം ഞങ്ങൾ റെഡിയായി ഇറങ്ങി വ്ളോഗൊക്കെ എടുക്കണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ വെയിലത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വ്ളോഗ് എടുത്തു ഗൈസ്. അപ്പം ഞങ്ങൾ ആ റിസോർട്ടിനോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ പോവുക ഗൈസ്. റൂമൊക്കെ നല്ല അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടി കയറിന്ന് കത്തി വെക്കണം ഗൈസ്. അപ്പോൾ അവളുടെ കമ്മൽ കുടുങ്ങി. അപ്പോൾ ഞാൻ കമ്മൽ റെഡിയാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബസ്സിലിരുന്ന് പോകുക ഗൈസ്. നിങ്ങൾ ഫുള്ളും കാണണം. ഓക്കെ ഗൈസ്, ഇതാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴ. അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം വീഡിയോ എടുത്താണ്. ഭാരതപ്പുഴ ഒന്നും കാണാണ്ടിരിക്കരുത്, മിസ് ചെയ്യരുത്. ഇതാണ് ഭാരതപ്പുഴ. പിന്നെ ബസ്സിൽ ഇരുന്ന് ഉപ്പാടളി ഗൈസ്. ഉറക്കം വരുന്നുണ്ട്. ആകെ കച്ചറായി.
കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഐലൈനർ പോകുമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഉറങ്ങാണ്ടിരുന്ന്. അവൾക്കൊക്കെ നല്ല ഉറക്കം വരുന്നുണ്ട്. അങ്ങനെയില്ല, കെട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാവരും പൊക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എത്തി ഗൈസ്. ഞങ്ങൾ വണ്ടി ഓടിച്ച ഡ്രൈവർ ഫാസ്റ്റിൽ ഓടിച്ച കാരണം ഞങ്ങൾ ഏറ്റവും വൈകിട്ട് ലാസ്റ്റ് എത്തിയത്. എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ട് 4 മണിക്കൊക്കെ എണീറ്റ് കല്യാണത്തിന് നിന്നിട്ട് കെട്ടും കാണാൻ പറ്റില്ല, എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ഞങ്ങളവിടെ എത്തണത്. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, കാരണം അവിടെ റോഡ് പണി, പാലത്തിൻ്റെ പണി നടക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് പയ്യെ വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ. അവരും പറഞ്ഞിട്ടും കാര്യമില്ല, സ്പീഡ് ലിമിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വരാനേ പറ്റുള്ളൂ. അങ്ങനെ എത്ര മണി ഞങ്ങൾ എത്തിയപ്പോൾ 2 മണി എന്തൊക്കെയായി. അങ്ങനെ എല്ലാവരും പോയി. അവിടുത്തെ ആംബിയൻസ് ഇല്ലേ, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. പിന്നെ ഇവരുടെ ബാത്റൂമിൽ കയറി ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്, മിറർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിടില്ലല്ലോ. അങ്ങനെ കുറേ ഫുൾ വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്നിട്ട് കുറേ ഷോയൊക്കെ ഇറക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ ബാത്റൂമിൽ നിന്നിട്ടൊക്കെ ഇറങ്ങി വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി സദ്യ എനിക്ക് ഇഷ്ടപ്പെട്ട അവിടുത്തെ മറ്റേ എന്താ വെറൈറ്റി ആയിരുന്നു അവരുടെ. നമ്മുടെ എറണാകുളത്ത് കാണുന്ന ഓരോന്നുമല്ല, വെറൈറ്റി ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ജിലേബിയൊക്കെ കൊടുക്കണത്. പിന്നെ തൈര് ഇങ്ങനെ കൊടുത്താൽ അത് ഞാൻ അടിച്ചു മാറ്റി കേസ് പറഞ്ഞു. ഫുഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, സീനൊന്നുമില്ല. ഓരോ നാട്ടിലും ഓരോരുത്തരുടെ വൈബിനനുസരിച്ചല്ലേ ഫുഡൊക്കെ. നമുക്ക് അവിടെ ചെന്നിട്ട് അത് ഇഷ്ടമില്ല ഇത് ഇഷ്ടമില്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാം കൊള്ളായിരുന്നു, ഓക്കെ ആയിരുന്നു, എനിക്കിഷ്ടമായി. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പിക്കും തളർന്ന് ഗൈസ്. പിന്നെ റെസ്റ്റ് എടുക്കണം, വണ്ടി കയറി കിടന്നുറങ്ങണം. അങ്ങനെ വണ്ടിയിൽ കയറി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വന്ന്, അത് കഴിഞ്ഞ് ബസ്സിൽ കിടന്ന് കുറച്ച് നേരം തുള്ളി. ആ വീഡിയോസൊന്നും ഇതിൽ ഇട്ടിട്ടില്ല. പിന്നെ ഇവിടെ വീണ്ടും കൊടുങ്ങല്ലൂർ എവിടെ നിർത്തിയിട്ട് പൊറോട്ടയും ചിക്കൻ കറി ഞാൻ കഴിച്ചേ. പിന്നെ കുറച്ച് പേര് ബിരിയാണിയൊക്കെ കഴിച്ച്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞ് ബസ്സിൽ കയറി ഗൈസ്. അപ്പോൾ വീട്ടിൽ ഞാനൊരു 11-12 മണിയായപ്പോൾ എത്തി ഗൈസ്. അപ്പോൾ ടാറ്റാ.